Hi friends, welcome back to another episode of KENZA Talks. My name is Russell Farhan. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ആപ്പ് എന്താണെന്നല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം അനുഭവപ്പെടാറുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ മൊബൈൽ ഫോൺ ചാർജിലിടും. നമ്മൾ എന്നിട്ട് ചാർജ് കയറുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ പോയി തിരിച്ച് വരുമ്പോഴേക്ക് നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ കാണാം നമ്മുടെ മൊബൈൽ ഫോൺ ചാർജിൽ നിന്ന് ഊരിയിട്ട് മറ്റൊരു മൊബൈൽ ഫോൺ അവിടെ കുത്തിയിട്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മുടെ വീട്ടിൽ സംഭവിക്കാറുള്ളൊരു വിഷയമാണ്. അതായത് നമ്മൾ ചാർജിലിട്ടിട്ട് സ്വിച്ച് ഇടാതെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണോ അതേ ഒരു ഫീല് തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഹേർട്ട് ചെയ്യുന്നൊരു ഫീലാണ് നമുക്ക് ഈ ഒരു അവസരത്തിലുണ്ടാവുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ചാർജിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണ് മറ്റാരെങ്കിലും ചാർജിൽ നൂറിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ താനെ ഒരു അലാറം അടിച്ചാലോ, മറ്റാർക്കും ഓഫ് ചെയ്യാൻ സാധിക്കാത്ത, നമുക്ക് മാത്രം ഓഫ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അലാറം നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നാവില്ലേ? മറ്റൊരാൾ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജിൽ നൂറിക്കഴിഞ്ഞാൽ ആ അലാറം അടിയും. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ആ അലാറം എങ്ങനെ സെറ്റ് ചെയ്യാം, ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിക്കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ചാർജർ അലേർട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ലോഡായി വന്ന ശേഷം ഇവിടെ നമുക്കൊരു പിൻ കോഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പിൻ കോഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ചാർജർ അലേർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിനടിയിലായിക്കൊണ്ട് എനബിൾ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻസൊക്കെ ചോദിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എലോ കൊടുക്കേണ്ടതിന് പെർമിഷൻ എലോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഫുൾ ബാറ്ററി അലാറം ഓൺ. അത് ഓണായിട്ടാണുള്ളത്. നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് അലാറം തരുന്നതാണ്. അതുപോലെ നമുക്കിവിടെ ചാർജിങ്, നമ്മുടെ ഫോണിലുള്ള ചാർജിൻ്റെ പെർസെൻറ്റേജ് എത്ര നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് താഴെയിലായിക്കൊണ്ട് നമുക്ക് കാണാം ചാർജർ അലാറം ഓഫ്. അതായത് ചാർജറിൻ്റെ അലാറം ഇപ്പോൾ ഓഫായിട്ടാണുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹോം പേജിലേക്ക് പോയ ശേഷം ഫോൺ ജസ്റ്റ് ലോക്കാക്കുക. ഫോൺ ലോക്കാക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ ഫോണിൻ്റെ പോർട്ടിലേക്ക്, ടൈപ്പ് സി പോർട്ടിലേക്ക് നമ്മളിപ്പോൾ ചാർജ് സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. ഈ ചാർജ് കയറുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പിൻ കോഡ് സെറ്റ് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ചാർജ് കയറുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ നിന്ന് ആരെങ്കിലും ഈ ഒരു ചാർജിൻ്റെ പിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ റിമൂവ് ചെയ്തു, ഇവിടെ അലാറം അടിയുന്ന ശബ്ദം നിങ്ങൾക്ക് കൃത്യമായി കേൾക്കാൻ സാധിക്കും. ഇതൊരു കാരണവശാലും ഈ ഒരു അലാറം ആർക്കും തന്നെ ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ച പിൻ കോഡ് അത് നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു അലാറം നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ കണ്ട് ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.